ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം ഇപ്രകാരം പറയുന്നു: യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. കുട്ടികളുടെ മാനസിക, ശാരീരിക, ആത്മീയ, സാമൂഹ്യ വളർച്ചയിൽ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് എന്ന ശുശ്രൂഷ വഹിച്ച പങ്ക് ചെറുതല്ല. 1930കളുടെ ഉത്തരാർദ്ധത്തിൽ കുഞ്ഞുങ്ങളുടെ നിത്യതയെക്കുറിച്ച് വ്യക്തമായ ദർശനം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ നിത്യതയെക്കുറിച്ച് ഹൃദയവേദന ഉണ്ടായ റവറൻ ജെസ്സെ ഇർവിൻ ഓവർഹോൾസർ എന്ന ഭക്തനായ മനുഷ്യനാൽ ഷിക്കാഗോയിൽ സ്ഥാപിതമായ പ്രസ്ഥാനമാണ് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ്. ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞ ഈ കാര്യമാണ് ഇതിൻ്റെ വേദപുസ്തകാടിസ്ഥാനം. 1947-ൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രവർത്തനത്തിന് 1974-ൽ കേരളത്തിൽ തുടക്കം കുറിച്ചു. ബഹുമാന്യനായ ബി മാത്യു, എം ജി തോമസ് തുടങ്ങിയവരോടൊപ്പം ഒരു വിദേശ വനിതയായ അഗത മാർട്ടിൻസും ചേർന്ന് ഈ പ്രവർത്തനം കോട്ടയത്ത് ആരംഭിച്ചു. 2024-ൽ 50 വർഷം പൂർത്തീകരിക്കുമ്പോൾ 70ഓളം ആളുകൾ ഈ ശുശ്രൂഷയിൽ മുഴുസമയ പ്രവർത്തകരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. യശശരീരനായ എം ഇ മാത്യു, ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുന്ന ശ്രീ ടി ബെഞ്ചമിൻ തുടങ്ങിയവരുടെ സേവനങ്ങളും മറക്കാവതല്ല. ഇപ്പോൾ 33 പേർ പൂർണ്ണസമയം ഇതിൽ പ്രവർത്തകരായുണ്ട്. 3 ലക്ഷ്യങ്ങളാണ് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിനുള്ളത്. 1. സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത കുട്ടികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുക. 2. അവരെ ദൈവവചനം പഠിപ്പിക്കുക. 3. വേദപുസ്തകം പഠിപ്പിക്കുന്ന സൺഡേ സ്കൂളിലോ ഗുഡ് ന്യൂസ് ക്ലാസ്സിലോ നിലനിർത്തുക. ഭവനങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്ന ഗുഡ് ന്യൂസ് ക്ലാസ്സുകൾ, സ്കൂളുകളിൽ വെച്ച് നടത്തപ്പെടുന്ന ക്ലാസ്സുകൾ, വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന ഗുഡ് ന്യൂസ് ക്യാമ്പ്, 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ജൂനിയർ യൂത്ത് മിഷൻ എന്ന പരിപാടി തുടങ്ങിയവയാണ് കുട്ടികളുടെ ഇടയിലുള്ള പ്രധാന ശുശ്രൂഷകൾ. കേരളത്തിലും കേരളത്തിന് പുറത്തുമായി ആയിരക്കണക്കിന് കുട്ടികളെ കർത്താവിന് വേണ്ടി നേടുവാൻ ഈ സംഘടനയുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ അനി കുര്യൻ, BMHSS പാലക്കാട്, പ്രധാന അധ്യാപികയായി വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നു. 1998 മുതൽ CFന്റെ പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിൽ സജീവമായി നടക്കുന്നു. സമൂഹത്തിന്റെ വിവിധ നിലവാരങ്ങളിൽ നിന്ന് ഈ വിദ്യാലയത്തിലെത്തുന്ന അനേകം കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ അവരുടെ ഭവനങ്ങളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ലഭിക്കാതെ പോകുന്ന ചില ആത്മീയ ധാർമ്മിക മൂല്യങ്ങൾ CFന്റെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് സ്തുത്യർഹമാണ്. പഠനം പൂർത്തിയായി ലോകത്തിന്റെ നാനാഭാഗത്തെത്തുന്ന കുഞ്ഞുങ്ങൾ ഈ സാക്ഷ്യം നിലനിർത്തുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല എന്ന തിരുവചനം CFന്റെ പ്രവർത്തനങ്ങളുടെ അർത്ഥവത്താകുന്നു. എൻ്റെ പേര് റിബു എന്നാണ്. ഞാൻ താമസിക്കുന്നത് വയനാട്ടിലെ നിബിഡവനത്താൽ ചുറ്റപ്പെട്ട കോട്ടിയൂർ എന്ന സ്ഥലത്താണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് CFന്റെ പ്രവർത്തകർ കടന്നുവന്ന് കുട്ടൂസ് ക്ലാസ്സുകൾ എടുത്തപ്പോൾ അവിടെ വെച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാനും തുടർന്ന് നടത്തപ്പെട്ട ക്യാമ്പിൽ വെച്ച് മുഴുസമയ സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കുകയും ചെയ്തു. 2012-ൽ തിരുവല്ലയിൽ വെച്ച് നടത്തപ്പെട്ട CFന്റെ ലീഡർഷിപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പങ്കെടുത്തു. ഇപ്പോൾ വേദപുസ്തകം ആദിവാസി ഭാഷയിലേക്ക് പരിഭാഷ നടത്തുന്ന NLC എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്നു. ഇതിനായി എന്നെ ഒരുക്കിയ CF എന്ന സംഘടനയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അധ്യാപക പരിശീലനം, പ്രവർത്തകർക്കായി 3 മാസത്തെ ലീഡർഷിപ്പ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവയാണ് പ്രധാന പരിശീലന പരിപാടികൾ. കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന എല്ലാവിധമായ പ്രവർത്തനങ്ങളും പ്രശംസനീയമാണ് എന്ന് പറയാതിരിക്കുവാൻ വയ്യ. എന്നാൽ ഇന്ന് ആധുനിക തലമുറയിൽ
പഠിച്ചു വളരുന്ന കുഞ്ഞുങ്ങളോട് സുവിശേഷം സംവേദനം ചെയ്യുവാൻ പ്രത്യേക പരിശീലനം ആവശ്യമാണ്. ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാമിൽ, അതിന്റെ ക്ലാസുകളിൽ ദൈവകൃപയാൽ എനിക്കും പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. ആ ലഭിച്ച ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ ദൈവം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളും കർത്താവിനെ അറിയുവാനിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. പപ്പറ്റ് ഷോ, ഫിലിം ഷോ, ഔട്ട്റീച്ച് പ്രോഗ്രാം, വ്യക്തിപരമായ സുവിശേഷം പങ്കിടൽ, സഭകളോട് ചേർന്ന് നടത്തപ്പെടുന്ന VBS ക്ലാസുകൾ തുടങ്ങിയവയും പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നു. നിങ്ങളോട് ചോദിക്കട്ടെ, ഒരുപക്ഷെ ദൈവവിളിക്ക് റവറൻ ജെസെ ഇർവിൻ ഓവർഹോൾസർ പ്രതികരിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? ദൈവവിളിക്ക് നിങ്ങൾ ഓരോരുത്തരും പ്രതികരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ദാഹത്തോടെ കർത്താവിൻ്റെ വിളിക്കായി കാത്തിരിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളിലൂടെ ഒരു അവസരം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രതികരിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? 2 അതിലധികമോ ആളുകൾ ചേർന്ന് ആഴ്ചയിലൊരിക്കൽ നടത്തപ്പെടുന്ന പ്രയർ ബാൻഡുകളാണ് ശുശ്രൂഷയെ താങ്ങി നിർത്തുന്നത്. ഇപ്രകാരം ഈ വേലയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ദൈവത്തോട് ചോദിക്കുക, ദൈവജനത്തോട് പറയുക എന്നതാണ് CEFന്റെ സാമ്പത്തിക നയം. പ്രാദേശികരായ ദൈവമക്കളുടെ സഹായത്തോടെ നടത്തപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ അപ്രകാരം നിങ്ങൾക്കും പങ്കാളികളാകാം. ഗുഡ് ന്യൂസ് ക്ലാസ്സിനായി നിങ്ങളുടെ ഭവനം തുറന്നുകൊടുത്തോ വേലയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയൊക്കെ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും ഭാഗവാക്കാവുന്നതാണ്. ഈ ചെറിയവരിൽ ഒരുത്തൽ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുന്ന തലമുറയെക്കുറിച്ച് നാം ആത്മഭാരമുള്ളവരാണ്. ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കുവാനായി CEF പ്രവർത്തകർ എല്ലായ്പ്പോഴും സജ്ജമാണ്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം.